നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ആദ്യമായിട്ടല്ല ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ഒരു 4 മാസം മുമ്പ് ഇതേ വിഷയത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു സമയത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ടല്ല വീഡിയോ ചെയ്യുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഊഹാപോഹങ്ങൾ മാത്രമാണ് ആ സമയത്ത് പ്രചരിച്ചിരുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. സുഖം എന്ന് പറഞ്ഞാൽ അലർജിയുടെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഒരു ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു അലർജി അടിച്ചിട്ട് ഒരാഴ്ചയായിട്ട് കിടപ്പെന്ന് പറയാവുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഒന്ന് എണീറ്റ് തലമുക്കി നിൽക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും ചെറിയ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില തടസ്സങ്ങൾ ഇടയിൽ പെട്ടാൽ ക്ഷമിക്കുക എന്നുള്ളൊരു കാര്യം ആദ്യമേ പറയുന്നു. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് സംഭവം വേറെ ഒന്നല്ല, വരാൻ പോകുന്ന ഓണം സീസണിൽ വലിയ സിനിമകളുടെ ഒരു ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിൽ അതിന് ഉത്തരം പറയാൻ സാധിക്കും. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് ചിത്രങ്ങൾ ഇതിന്റെ ഇടയിൽ വരുന്ന സമയത്ത്, അത് ഓണം പോലുള്ള വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ സീസണാണ് ഓണം സീസൺ എന്ന് പറയുന്നത്. ഓണം സീസൺ പോലുള്ള ഒരു സമയത്ത് ഇതുപോലെ വലിയ സിനിമകൾ തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കുറെ ആളുകൾ തിയേറ്ററുകളിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഈ ആളുകൾ ഒന്നിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം കിട്ടാൻ പോകുന്നത് തിയേറ്റർ ഉടമകൾക്കായിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വലിയ കാര്യമായിട്ട് തന്നെ തിയേറ്ററുകൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സീസൺ ആയിരിക്കും ഈ വരാൻ പോകുന്ന ഓണം സീസൺ. രണ്ടാമത് അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. ഈ വലിയ ബഡ്ജറ്റ് ചിത്രങ്ങൾ ഒരേ സമയം റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 3 ചിത്രങ്ങളാണ് വലുതായിട്ട് വരാൻ പോകുന്നത്. ഈ 3 ചിത്രങ്ങളുടെ ഇടയിൽ കുറെ ചെറിയ ചിത്രങ്ങളുണ്ട്. അവരുടെ ഗതി എന്തായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ 3 വലിയ ചിത്രങ്ങളെയും മറിച്ചിടാൻ കെൽപ്പുള്ള ഒരു ഗംഭീര ഐറ്റവുമായിട്ട് വന്നാൽ മാത്രമാണ് ഈ ചെറിയ സിനിമകൾക്ക് എന്തെങ്കിലും ഒരു ലൈഫ് ഈ ഓണം സീസണിൽ കിട്ടുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രവുമല്ല, വലിയ സിനിമകൾ എന്ന് പറയുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ടൊവിനോ തോമസിന്റെയും സിനിമകളാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ വിജയുടെ ചിത്രവും വരുന്നുണ്ട്. അതും അന്ന് നമ്മൾ പറഞ്ഞാണ്. വിജയുടെ ചിത്രത്തിന്റെ കാര്യം ഏകദേശം കൺഫേം ആയിരുന്നതാണ്. കൃത്യം ഓണത്തിന് ഒരാഴ്ച മുമ്പ് വിജയുടെ ചിത്രം റിലീസ് ചെയ്യുന്നുള്ള കാര്യം അന്നേ കൺഫേം ആയതാണ്. അന്ന് അതിനെപ്പറ്റി പറയുകയും ചെയ്തു. 5-ാം തീയതി മറ്റുമാണ് വിജയുടെ ചിത്രം റിലീസ് ചെയ്യുന്നത്. 12-ാം തീയതിയോടു കൂടിയാണ് ഈ പറഞ്ഞ വലിയ സിനിമകളായിട്ടുള്ള മോഹൻലാലിന്റെ ബറോസ് എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ, ടൊവിനോ തോമസിന്റെ അജയന്റെ 2-ാം മോഷണം എന്ന് പറയുന്ന സിനിമ, 3 സിനിമകളും വലിയ ബഡ്ജറ്റ് ചിത്രങ്ങളാണ്. ഈ പറഞ്ഞ മാതിരി ബറോസ് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച് മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. മോഹൻലാലിന്റെ സംവിധാനത്തിൽ വരുന്ന ഒരു സിനിമ കൂടിയാണ്. ആദ്യമൊന്നും എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടാവാതിരുന്ന ഒരു സിനിമയായിരുന്നു എന്നുണ്ടെങ്കിലും അതിന്റെ മേക്കിംഗ് വീഡിയോസ് കാണുമ്പോഴും അതിന്റെ പോസ്റ്ററും ബാക്കി സംഭവങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴൊക്കെ ചെറിയ ഒരു പ്രതീക്ഷ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും ഞാൻ തൃപ്തനല്ലാത്ത ഒരു കാര്യമാണ് മോഹൻലാലിന്റെ ആ സിനിമയിലെ ഗെറ്റപ്പ്. അത് വച്ചിട്ട് എങ്ങനെയായിരിക്കും ആ സിനിമ എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ആ സിനിമയെ കുറിച്ച് പറയത്തുള്ളൂ. ഇനി ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിച്ച സിനിമയാണ് എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഫാൻസ് കൊട്ടിഘോഷിച്ചതെന്ന് അവർ കൊട്ടിഘോഷിച്ചൊന്നുമില്ല, അവർ കൃത്യമായിട്ട് 2-3 പോസ്റ്റർ മാത്രമേ പുറത്തിട്ടുള്ളൂ. പക്ഷെ ഫാൻസുകാർ വലിയ കാര്യമായിട്ട് അത് ആഘോഷിച്ച സിനിമയാണ് എന്നുണ്ടെങ്കിലും അവിടെ നിന്നും ചെറിയ കല്ലുകടികൾ പുറത്തു വരുന്നുണ്ട്. അത് ഒരു പക്ഷെ നല്ലതിനായിരിക്കാം, അല്ലെങ്കിൽ കൈവിട്ടു പോയ കളിയായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു പുതുമുഖ സംവിധായകനാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. തിരക്കഥ എഴുതാൻ വേണ്ടി വന്ന തിരക്കഥാകൃത്തിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ച സിനിമയാണത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ, അതായത് സംവിധാനത്തിൽ വലിയ താല്പര്യമില്ലാത്തിരുന്ന ഒരാളെ കുറിച്ച് സംവിധാനം ചെയ്യിപ്പിച്ചപ്പോഴുണ്ടായിരുന്ന പോരായ്മകൾ ആ സിനിമയ്ക്ക് വലിയ കാര്യമായിട്ട് വന്നു. ഉദ്ദേശിച്ച ടൈമിനുള്ളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഷൂട്ടിംഗ് പൂർത്തിയാക്കി എഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വീണ്ടും പാച്ച് വർക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് പ്ലാനിങ്ങിലുള്ള വലിയ ഒരു പോരായ്മയാണ്. ഒരു സിനിമ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ തീർക്കാൻ പറ്റിയില്ല എന്നുള്ളത് ന്യായീകരിക്കാം. കാരണം മഴ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ദിവസം മഴ പെയ്താൽ പോലും പല ആർട്ടിസ്റ്റുകളുടെയും ഡേറ്റുകൾ ക്ലാഷ് ആയി വന്നേക്കാം. അപ്പൊ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തെ എക്സ്ട്രാ ഷൂട്ട് വേണ്ടി വരും. അപ്പോൾ അതിനെ നമുക്ക് ന്യായീകരിക്കാം, അത് അങ്ങനെ സംഭവിച്ചതാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഓർക്കുന്നത് 2 സീനും കൂടി ബാക്കി എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ 2 സീനും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആഡ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുമ്പോഴാണ് ഈ പാച്ച് വർക്ക് എന്ന് പറഞ്ഞു വരുന്നത്. അതിന്റെ അർത്ഥം അത് സംവിധായകന് പണി അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു.
അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ ഗുണം ചെയ്യുക അല്ലെങ്കിൽ ദോഷം ചെയ്യുക എന്നുള്ളത് തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയുന്നു. കാരണം ഇത്രയും നാളെ ഞാൻ ആ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വലിയ കാര്യമായിട്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ ഒരു വാർത്ത കേട്ടതോടുകൂടി എനിക്ക് അതിനകത്തൊരു ചെറിയ ഡൗട്ട് വന്നിട്ടുണ്ട്. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം കൂടുതലായിട്ടൊന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. ആ സിനിമയുടെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അതിന്റെ ഒരു പോസ്റ്ററോ ട്രെയിലറോ അങ്ങനെ എന്തോ ഒരു സാധനം നേരത്തെ ഒരു കൊല്ലം മുമ്പ് 1.5 കൊല്ലം മുമ്പായിട്ട് പുറത്തു വന്നിരുന്നു. അത്രയും സംഭവം മാത്രമാണ് ആ സിനിമയെക്കുറിച്ചുമുള്ളൂ. പക്ഷേ തുടക്കം മുതൽ തന്നെ ആ സിനിമയ്ക്ക് വലിയൊരു പേരും പ്രശസ്തിയും ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ടൊവിനോ തോമസിനെ കുറിച്ച് സ്വതന്ത്രമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കൃത്യമായിട്ട് ആലോചിച്ചിരിക്കുന്നതാണ്. പലപ്പോഴും അത് പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കൃത്യമായിട്ട് ഇന്ന് ടൊവിനോ തോമസിന് വലിയ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഒരു തിയേറ്റർ പരാജയ നടനാണ് അദ്ദേഹം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിന്റെ ഫുൾ കരിയർ എടുത്തു നോക്കുക. ഫുൾ കരിയറിൽ ആകെ 2 സിനിമയെ വിജയിച്ചിട്ടുള്ളൂ. അദ്ദേഹം നായകനായിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം പരാജയമാണ്. ഇപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ ആദ്യം പറയുന്നത് മിന്നൽ മുരളി എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് സംഭവിച്ച വലിയൊരു അബദ്ധമാണ്. കാരണം അത് OTT-യിലാണ് റിലീസ് ചെയ്തത്. അത് തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു വിജയമായി മാറേണ്ട ഒരു സിനിമയാണ്. നിർഭാഗ്യവശാൽ അത് OTT-യിലേക്കും പോവുകയും ചെയ്തു. പിന്നെയുള്ള ഒരു വലിയൊരു ഹിറ്റ് എന്ന് പറയുന്നത് ഗോദ എന്ന് പറയുന്ന സിനിമയാണ്. അതുപോലെ തന്നെ തീവണ്ടി എന്ന് പറയുന്ന സിനിമ. തീവണ്ടിയാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഗോദ ഇറങ്ങുന്നതിന് മുമ്പുണ്ടായ ഒരേ ഒരു ഹിറ്റ്. പിന്നെ ഗോദ വന്നു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് വന്ന അന്വേഷിപ്പിങ് കണ്ടെത്തും എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയതിന്റെ കാരണം ആ സിനിമ മോശമായതുകൊണ്ടോ ടൊവിനോ തോമസ് മോശം അഭിനയം കാഴ്ചവെച്ചത് കൊണ്ടോ ഒന്നുമല്ല. അത് റിലീസ് ചെയ്തത് നിർഭാഗ്യവശാൽ പ്രേമലു എന്ന് പറയുന്ന സിനിമയുടെയും തൊട്ടു പിന്നത്തെ ആഴ്ച ഭ്രമയുഗം പോലുള്ള സിനിമകൾ വന്നതിന്റെയും ഭാഗമായിട്ടാണ് ആ സിനിമ പരാജയപ്പെട്ടു പോയത്. എന്നിരുന്നാൽ പോലും ആകമൊത്തം ടോട്ടൽ നോക്കുമ്പോൾ ടൊവിനോ തോമസിന്റെ സിനിമകൾക്ക് തിയേറ്ററിൽ പെർഫോം ചെയ്യാനുള്ള കഴിവ് കുറവാണ് എന്നുള്ളതാണ് ചരിത്രം ഇതുവരെ സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. അദ്ദേഹം മറ്റുള്ള നടന്മാരുടെ, പ്രത്യേകിച്ച് പൃഥ്വിരാജിന്റെ ഒക്കെ കൂടെ അഭിനയിച്ച സമയത്തൊക്കെ വലിയ പേരും പ്രശസ്തിയും കിട്ടി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടു വന്ന പടവും ഈ പറഞ്ഞ മലയാള സിനിമയ്ക്ക് തന്നെ ആ ഒരു എനർജി കൊടുത്ത പടവും ഈ പറഞ്ഞ ഇത് തന്നെയാണ്, അജയന്റെ രണ്ടാം മോഷണം തന്നെയാണ്. പക്ഷെ മിന്നൽ മുരളി തന്നെയാണ്. പക്ഷെ അത് ഈ രീതിയിലാണ് എന്ന് മാത്രം. എങ്ങനെയായിരിക്കും അതിന്റെ കാര്യം എന്നുള്ളത് അറിയത്തില്ല. ഇവിടെ ഏറ്റവും എടുത്ത് സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് നല്ല സിനിമകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറച്ച് ചെറിയ സിനിമകൾ ഇതിന്റെ കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതുപോലെ തന്നെ ഒരാഴ്ച മുമ്പ് ഇറങ്ങുന്ന വിജയ് സിനിമ ഈ സിനിമകളെയൊക്കെ മറിച്ചിടുമെന്നുള്ള കമന്റുകൾ പല യൂട്യൂബ് ചാനലുകളിലും കാണുകയുണ്ടായി. ഒരാഴ്ച മുമ്പ് ഇറങ്ങുന്ന വിജയ് സിനിമ കേരളത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒന്നും എന്നുള്ളത് വേറെ കുറച്ച് വാക്കുകളാണ് വന്നത്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. ഒന്നും തന്നെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം വിജയുടെ ചരിത്രത്തിൽ 4 ദിവസത്തിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമയും കേരളത്തിലെ തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിച്ചിട്ടില്ല. അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരേ ഒരു വിഭാഗം വിജയ് ഫാൻസ് മാത്രമാണ്. എല്ലാ സമയങ്ങളിലും വിജയുടെ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള വാർത്തകൾ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്ത് അതിന്റെ റിലീസിന്റെ 2 ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടു. വലിയ വാർത്തയായിരുന്നു, വലിയ ചർച്ചയായിരുന്നു ഫാൻസുകാർക്കിടയിൽ. അതിന്റെ ട്രോളും കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു ആ സിനിമയ്ക്ക് സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. 4 ദിവസം മാത്രമേ വിജയുടെ പടം ഓടത്തുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ലിയോ എന്ന് പറയുന്ന വലിയ ഒരു ഡയറക്ടർ, വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമ, അത് സാധാരണ വിജയ് സിനിമ പോലെയല്ല പ്രേക്ഷകരെ അതിനെ സ്വീകരിച്ചത്. എന്നിട്ടും ആ സിനിമ ഒരാഴ്ച തികച്ച് ഓടാൻ സാധിച്ചില്ല. അതാണ് വിജയുടെ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ 3-4 ദിവസം കൊണ്ട് 20 കോടി രൂപയോളം കളക്ഷൻ നേടും. പിന്നീട് ആ സിനിമ അങ്ങനെ തന്നെ അപ്രത്യക്ഷമായി പോകും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിജയ് സിനിമയ്ക്ക് ഒരിക്കലും ഈ പറഞ്ഞ 3 മലയാള സിനിമകളെയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഓണം സീസണെയോ റാഞ്ചാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാം. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബറോസ് എന്ന് പറയുന്ന പോലെ മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റ് ചിത്രം, മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രമാണ് ഇത് എന്ന് പറയാൻ സാധിക്കുന്നില്ല. കാരണം അതേ ലേവലിൽ അതിന്റെ സംവിധായകൻ സ്റ്റേജിൽ കയറി നിന്ന് പ്രഖ്യാപിച്ചിട്ട് വന്ന സിനിമയുടെ പടം ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ സംവിധായകൻ ഏതൊരു ചാനലിൽ ഇരുന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഞാൻ കണ്ടില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തേനെ. ടർബോന്റെ പ്രൊഡ്യൂസർ ഡയറക്ടർ വന്നിട്ട് അതിന്റെ മുടക്കുമുതൽ 23.5 കോടി രൂപയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. വേറെ ചാനലുകളിൽ വീഡിയോയും കണ്ടിരുന്നു. പക്ഷെ ആ ഇന്റർവ്യൂ എനിക്ക് കാണാൻ പറ്റിയില്ല. കണ്ടിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തേനെ. ലോക കോമഡിയായി പോയേനെ. സത്യമാണ്, അങ്ങനെ അയാൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോക കോമഡിയാണ് അത്. അതിനെപ്പറ്റി ഒരു കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യാം.
അതുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അതിന്റെ ലിങ്ക് അയച്ചു തരികയോ, ലിങ്ക് ഇതിനകത്ത് നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല, ലിങ്കിന് പകരമായിട്ട് ആ ചാനലിന്റെ പേര് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതിയാവും. ഞാൻ പോയി കണ്ടോളാം, എന്നിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തോളാം. അപ്പൊ എന്തിനേലും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മുടക്കുമുതലുള്ള സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല. നിലവിൽ ഈ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത് 40 കോടി ബഡ്ജറ്റാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. കാരണം അതിനി 4 കോടിയിലേക്ക് മാറുമോ 400 കോടിയിലേക്ക് കൂടുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ എന്ത് തന്നെയാലും 40 കോടിയാണ് ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ ബഡ്ജറ്റായിട്ട് പ്രഖ്യാപിച്ചത്. സംശയമുള്ളവർക്ക് പഴയ റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ കാരണം അതിന് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ തെറി കാര്യങ്ങളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ വീഡിയോ ചെയ്തപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല എന്നുണ്ടെങ്കിലും ചുമയും ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നാളെയും വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം.